The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. മാഡ് വിങ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വൈത്തിരിയിലാണുള്ളത്. വൈത്തിരിയിൽ നിന്ന് എലിമ്പിശ്ശേരിയിലേക്കുള്ള റൂട്ടിലാണ്. ഈ എലിമ്പിശ്ശേരി എന്ന് പറഞ്ഞാൽ ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനൊക്കെ ഉള്ള ഭയങ്കര ഒരു അമേസിങ് സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഞാനും തഫ്സീറും നഫ്സിയും നമ്മളെ ടീം ജലീൽക്ക മുത്തുമണി ഒരു ഹായ് പറഞ്ഞു. അപ്പം ജലീൽക്ക മുത്തുമണിയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മൂപ്പർ പറയുന്നത് പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നില്ല എന്നാണ്. അപ്പം നമുക്ക് ഒരുപാട് അവിടെ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ മാക്സിമം അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ട്രെക്ക് ചെയ്യുന്നില്ല, നമ്മൾ ജീപ്പിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ജീപ്പ് ആളും അവിടെയൊക്കെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ജീപ്പിലെത്തിയിട്ട് ജീപ്പ് മുതൽ അങ്ങോട്ടേക്ക് തുടങ്ങാം. ഓക്കെ, കാഴ്ചകൾ. അപ്പോൾ ഇതിലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലുള്ള ഗിവ് അവേ പരിപാടികൾ ഗംഭീരമായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക നമ്മൾ ബൈക്ക് റൈഡേഴ്സിനാണ്. കൂടുതൽ വൈബ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ബൈക്കിലെ ചങ്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഗിവ് അവേ ആണിത്. അപ്പോൾ വന്ന് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാം കംപ്ലീറ്റ്, നമ്മൾ ഈ എപ്പിസോഡ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ നല്ല ഗംഭീരമായിട്ട് നിങ്ങൾ കാണുക. മാക്സിമം ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ നമ്പർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ഗിവ് അവേൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ റാഫിക്ക നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം മാറിപ്പോയിട്ടാ റാഫിക്കല്ല കേട്ടോ. റാഫിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചങ്ക് ഫ്രണ്ട് വേറൊരാളുണ്ട്. അപ്പൊ മൂപ്പറ പേര് പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്ന. ജലീൽക്ക കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഗിവ് അവേയുടെ എല്ലാ ഡീറ്റെയിൽസും ജലീൽക്ക ഈ വീഡിയോ കണ്ട് ലാസ്റ്റേ പറയുള്ളൂ. അത് ജലീൽക്കൊക്കെ ഭയങ്കര നിർബന്ധം, ലാസ്റ്റേ പറയും. ഇത് സാധനമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലേ ഇതിൻ്റെ ഇടയിൽ കമന്റ് ഒക്കെ ചെയ്യുക. അതുകൊണ്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഗിവ് അവേയുടെ ഒരു സമ്മാനങ്ങളുടെ പെരുമഴ. ഈ നമ്മൾ വയനാട് ട്രിപ്പ് കംപ്ലീറ്റ് സമ്മാനങ്ങളാണ്. സമ്മാനം എന്ന് പറഞ്ഞ സമ്മാനം. ഓക്കെ, നിങ്ങളെ പൊളിപ്പിച്ച് കടത്തും കേട്ടോ വയനാട്ടിൽ. ജലീൽക്ക് എന്തെങ്കിലും പറയണ്ട. എടാ നഫ്സി, നീ ഒന്നും പറയാതെ രണ്ട് ചള്ളിയടിക്കുക. നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബേഴ്സിന് ഇവിടെയുള്ള സെറ്റപ്പ് ആക്കിയിട്ടില്ല പോകുന്നുള്ളൂ. അതൊന്നും പറഞ്ഞേ. നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ എന്തായാലും സബ്സ്ക്രൈബേഴ്സിനുള്ള നീ മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞാ നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങോട്ടാ, നീ ഇങ്ങോട്ട് എത്തി നോക്കിട്ട് സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞു. അല്ല, അത് നമുക്ക് ഫസ്റ്റ് ഇടുന്ന നീ പറഞ്ഞ ഒച്ചത്തിൽ പറയത്. വയനാട് തകർപ്പെന്ന് പറഞ്ഞേ. നീ ഇങ്ങോട്ട് കേറി വന്നിട്ട് ഈ ഇങ്ങോട്ട് എത്തി നോക്കിട്ട് പറ വയനാട് തകർപ്പ് പറയടാ. വേഗം റെക്കോർഡിംഗ് ടൈം. നമ്മളെ സബ്സ്ക്രൈബർ പ്രിയ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ, വയനാട് നമ്മൾ തകർക്കുന്ന പ്രിയ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ, വയനാട് നമ്മൾ തകർക്കും. അത് മതി. നമ്മളിപ്പോൾ വൈത്തിരി നിന്ന് മേപ്പാടിയിലെത്തി. മേപ്പാടിയിൽ നിന്ന് എലിമ്പിശ്ശേരിയിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഈ മേപ്പാടിയിൽ നിന്ന് എലിമ്പിശ്ശേരിയിലേക്കുള്ള റൂട്ടിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് വൈബ്സാണ്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഈ കുന്നും ചെരിവും അതിൻ്റെ ഈ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും നമ്മൾ സ്ട്രൈറ്റ് കാണുന്ന ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ആ വ്യൂസും ഒക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പം നമ്മൾ ഈ റൂട്ടിൽ തന്നെ ഇങ്ങനെ കാഴ്ചകളാണെങ്കിൽ നമ്മളവിടെ എത്തിയാലുള്ള സ്ഥിതി അതിഗംഭീരമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമ്മുടെ ജീപ്പ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്.
അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജീപ്പിൽ കയറിയിട്ട് മുകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ മേപ്പാടിയിൽ നിന്ന് ചോലമലയിലെത്തി. ചോലമലയിലേക്ക് 3 കിലോമീറ്ററാണ്. ആ 3 കിലോമീറ്റർ വന്നതിന് ശേഷം പിന്നെ കാർ അങ്ങോട്ടേക്ക് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ജീപ്പിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ജീപ്പിലാണ് പോകുന്നത്. നമ്മൾ ജീപ്പിൽ നമ്മളെ സ്വന്തം ആൾ ബിബിൻ ഭായി, ജലീൽക്കയുടെ സ്വന്തം ഫ്രണ്ടാണ്. അപ്പോൾ ബിബിൻ ഭായിയുടെ എത്തിയിട്ടുണ്ട്. അപ്പം ബിബിൻ ഭായിയുടെ കൂടെ നമുക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മുകളിലേക്ക് പോകണം. ഓക്കെ, തഫ്സീറെ പിടിച്ചിരുന്ന് പക്ക ഓഫ് റോഡാണ്, പക്ക ഓഫ് റോഡ്. എൻ്റെ മോനെ, ഓഫ് റോഡ് എന്ന് പറഞ്ഞ ഓഫ് റോഡ്. പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ തലയിൽ പോകും കേട്ടോ. ഭയങ്കര ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അമേസിങ് എക്സ്പീരിയൻസ്. നമ്മൾ 2 ഭാഗത്ത് കാണുന്ന വ്യൂസ് എന്ന് പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ വന്ന് എക്സ്പയർ ചെയ്യാം. ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് അവതാർ സിനിമയിൽ കാണുന്ന പോലെ ഉണ്ട്. ഇത് റിയലാണോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും ഭയങ്കര സംഭവം. ഒരു 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് സംഭവം. ഇത് കണ്ട വിളഞ്ഞ് നിൽക്കുന്ന ഏലാണ്. ഓക്കെ, ഇതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെയൊക്കെ ജോലിക്കാരൊക്കെ ഏലം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് 4 കിലോമീറ്ററിൽ ഏകദേശം ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് നമുക്ക് ഏലക്കാടുകളാണ്. ഭയങ്കര ബ്യൂട്ടിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാഫിക്സ് ആണോ എന്ന് തോന്നിപ്പോകും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. കിടിലൻ സംഭവം. നിങ്ങളിത് കാണുക. നമ്മൾ ഫുട്ബോൾ കമൻട്രി അല്ല കേട്ടാ. ഭയങ്കര സ്ഥലമാണ് മക്കളെ. എന്തെന്നാണ് സ്ഥലം. ഓരോ നിമിഷവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആ തഫ്സീർ ആ പാറയൊന്ന് കാണിച്ചു കൊടുത്തേ. പാറൻ്റെ മുകളിൽ നിന്ന് ആ വെള്ളം കിട്ടുമ്പില്ലേ, നമുക്കിത് പടച്ചോൻ ഉണ്ടാക്കിയതാണോ അല്ലെ മനുഷ്യന്മാർ ഉണ്ടാക്കിയാന്നുള്ളൊരു സംശയം വേണ്ട. പടച്ചോൻ ഉണ്ടാക്കി തന്നെ അങ്ങനെ ഒരു സംഭവം കേട്ടോ.
എലുമ്പലേരി എസ്റ്റേറ്റിലെത്തി കിടിലൻ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു അഹങ്കാരത്തിന് കിട്ടിയൊരു തിരിച്ചടിയുണ്ട്. ഒരു സാധനം കാണിച്ചു തരാം. ഹലോ, എല്ലാം പോയി. ഏറ്റവും നല്ല താടി എൻ്റെന്ന് എൻ്റെ വിചാരം. കംപ്ലീറ്റ് പോയി, നശിപ്പിച്ച് കൈമ തന്നിരിക്കുകയാണ്. സുനീർ ഭായിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചും നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചും സുനീർ ഭായി എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. ഓക്കെ സുനീർ ഭായി, ഏതായാലും പറ. നമ്മളിപ്പോൾ ഉള്ളത് എലമ്പലേരി എസ്റ്റേറ്റിലാണ്. റെയിൻ ഫോറസ്റ്റ് എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്. നമ്മളിവിടെ ഒരു ക്യാമ്പിംഗ് സെറ്റപ്പാണ് ചെയ്തത്. നിങ്ങൾ കാണുന്ന പോലെ റിവർ സൈഡ് ക്യാമ്പിങ്ങും അല്ലാതെ കുറച്ച് ഫോറസ്റ്റ് ക്യാമ്പിങ്ങുമാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്പീരിയൻസ് കാറ്റഗറിയാണ്. അതായത് പിന്നെ ഓഫ് റോഡ് ഡ്രൈവ് ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഓഫ് റോഡ് ഡ്രൈവാണ്. പിന്നെ അമേസിംഗ്. ഓക്കെ, പിന്നെ ഓഫ് റോഡ് ഡ്രൈവ്, പിന്നെ ട്രക്കിംഗ് ആണ് ഉള്ളത്. ഇപ്പം കോവിഡ് കാരണം ക്ലോസ്ഡ് ആണ്. ഇപ്പം നമ്മൾ നോർമൽ വാട്ടർഫാളിൽ പോയി കുളിക്കുന്ന സംവിധാനമാണ്. ഇത് നമ്മളെ ചാലിയാർ പുഴയുടെ ഉറവിടാണ് ഈ സാധനം. ചാലിയാർ പുഴ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്കിവിടെ ഫുഡെല്ലാം ഇൻക്ലൂഡഡ് ആണ് പാക്കേജിൽ. വരുന്നത് ജീപ്പിലാണ് വരുന്നത്. പിന്നെ ബൈക്കും കൊണ്ട് വരുന്നവർക്ക് ബൈക്കിലും വരാം. നമ്മൾ ഈ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ കൊറോണക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷമുള്ള നിങ്ങളെ ഈ ഒരു എക്സ്പീരിയൻസ് എന്താണ്? കൊറോണയ്ക്ക് ശേഷം പേഴ്സണലി ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആളുകൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുണ്ട്. അവർക്ക് യാത്ര ചെയ്യാനും ഈ കിട്ടുന്ന എല്ലാത്തിലും അവർ ഹാപ്പിയാണ്. പണ്ട് കുറേ ഇത് വരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ആളുകൾ കുറച്ചും കൂടെ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും എത്തിയാൽ മതി എന്നുള്ള. ശരിക്കും ഇവിടെ 80 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു കോവിഡിന് മുമ്പ്. അപ്പോൾ കോവിഡ് ആയതിനു ശേഷം അവർ പിന്നെ വെട്ടിച്ചുരുക്കി സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാരണം ഇപ്പോൾ ഒരു 30 പേർക്ക് മാത്രമാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക ഇവിടെ. അപ്പോൾ വരുന്നവർ കൃത്യമായിട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് അവർ കൺഫേം ആയതിനു ശേഷം വരാൻ പാടുള്ളൂ. കാരണം ഓൾവേസ് ഇവിടെ ബുക്കിംഗ് ഉണ്ട്. എല്ലാ സമയവും നല്ല റഷാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുക്കുന്ന ടെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മൾ 2 പേർക്ക് കഴിയാനുള്ള, ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള 2 പേർക്ക് കഴിയാനുള്ള ടെൻറ്റ് സെറ്റപ്പാണിത്. അപ്പോൾ ഇതിന് ഡബിൾ ലെയറാണ്. ഈ ടെൻറ്റ് എന്ന് പറയുന്നത് ഡബിൾ ലെയറാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൽ ക്ലോസ് ചെയ്യാം, രണ്ടാമതും. അപ്പോൾ മഴയോ വെയിലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടെൻറ്റ് ഉള്ളത് ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടരികിൽ. നിങ്ങൾക്ക് ഫുൾ ടൈം വൈബോട് വൈബ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വരുന്നില്ലേ? ഒരു ആഗ്രഹം തോന്നുന്നില്ല ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്? അപ്പോൾ സുനീർ ഭായിയോട് സംസാരിച്ചു. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം സംസാരിച്ചു. അപ്പോൾ സുനീർ ഭായി ഒരു ഗംഭീര ഓഫർ തന്നിരിക്കുകയാണ്. 4 പേരടങ്ങുന്ന ഒരു സംഘത്തിന് ഇവിടെ ഒരു രാവിലെ മുതൽ പിറ്റേന്ന് വരെ താമസിക്കാനുള്ള ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം സഹിതം ഫുൾ പാക്കേജ് 4 പേരടങ്ങുന്ന സംഘത്തിന് സുനീർ ഭായി ഓഫർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നന്നായിട്ട് കിടക്കുന്നില്ല കേട്ടോ. കയറി മലയെല്ലാം കയറി വന്നിരിക്കല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തകർത്ത് പൊളിക്കുക. അടിപൊളിയായിട്ട് നല്ലൊരു വൈബ് 4 പേർക്ക് വെറും ഗിവ് അവേ ആണ്. ബാക്കി എല്ലാവരും ഇങ്ങോട്ട് പോരുക. ഓക്കെ, നിങ്ങൾ ഇവിടെ വരാനുള്ള കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട് മാത്രം വന്നാൽ മതി. കാരണം എപ്പോഴും ഇവിടെ ബുക്കിംഗ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വരിക. ഇവിടെ ഫാമിലിക്ക് വരുന്നതിനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഫാമിലിക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലിക്ക് നിങ്ങൾക്ക് ടെൻറ്റിൽ ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ 2 കോട്ടേജസ് ഉണ്ട്. സിംഗിൾ ബെഡ്റൂമിൻ്റെ 2 കോട്ടേജ് ഉണ്ട്. അപ്പോൾ ഫാമിലിക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് കോട്ടേജ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ടെൻറ്റ് താല്പര്യമില്ലാത്തവർക്ക് അവിടെയും താമസിക്കാം. ഓക്കെ, പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ ഒരു സമ്മാനം മാത്രമല്ല, ഈ ഒരു ഗിവ് അവേ മാത്രമല്ല, നെക്സ്റ്റ് എപ്പിസോഡിലും അതിൻ്റെ എപ്പിസോഡിലും ഒക്കെ ഗിവ് അവേകളാണ്. ഒരു 100 പേരെയെങ്കിലും വയനാട്ടിൽ എത്തിക്കാണ്ട് നമ്മൾ ഈ വയനാട് ട്രിപ്പ് ക്ലോസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കീപ്പ് വാച്ചിങ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻജോയ്. താങ്ക് യു.